ബിഗ് ബോസ് സീസൺ 6ന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ ഇതാ ഒരു ചെറിയൊരു ടിഷ്യൂ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജാസ്മിനും ഗബ്രിയും തമ്മിലാണ് ഇപ്പോൾ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജാസ്മിനെ യൂസ് ചെയ്ത ഒരു ടിഷ്യൂ അവളുടെ ബെഡിൽ വെച്ചുകൊണ്ട് പോന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ജിൻഡോ അവിടെ വന്നിട്ട് ജാസ്മിനോട് ഇങ്ങനെ ഓരോന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് സൗകര്യമില്ല, ഇപ്പം എടുത്ത് മാറ്റാൻ സൗകര്യമില്ല. എപ്പോഴും പറയുന്ന ഡയലോഗ് ഉണ്ട് ജാസ്മിൻ, നീ പോയി കേസ് കൊടു, താൻ പോയി കേസ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട്, എനിക്ക് കേസ് കൊടുക്കാൻ ആളില്ല, അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കാറില്ല, കേസ് എടുക്കാറേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ജാസ്മിൻ പറയുന്നുണ്ട്, പറയേണ്ട രീതിയിൽ പറഞ്ഞാലേ ഞാൻ പോവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തുള്ള സിബിനും കൂട്ടരൊക്കെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, ജാസ്മിൻ അതൊന്ന് പോയി ടിഷ്യൂ എടുത്ത് ഒഴിവാക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജിൻഡോ പറയുന്നുണ്ട്, മോളെ ജാസ്മിനെ ആ ടിഷ്യൂ ഒന്ന് എടുത്ത് ഒഴിവാക്കുക, എനിക്ക് അവിടെ ജോലി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ എണീറ്റ് പോയി, അതാ ഇങ്ങനെ പറയണം എന്നോട്, എന്നാൽ ഞാൻ ചെയ്യുമെന്ന് പറയുന്നത്. ടോട്ടലി ജാസ്മിന് ആ ഒരു ഈഗോ കാരണമാണ് അങ്ങനെ പറയുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. എന്തായാലും അങ്ങനെ ജാസ്മിൻ അതുവഴി പോയപ്പോൾ പറഞ്ഞു ഇവിടെ വൃത്തികേടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ജാസ്മിനെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ജാസ്മിനെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ജിൻഡോ മച്ചാൻ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്, ജാസ്മിൻ്റെ അടുത്ത് തെറ്റുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ കാര്യം പറയുന്നുണ്ട്, ജാസ്മിൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ചെരുപ്പില്ലാതെയാണ് പോകുന്നത്, തിരിച്ചു വരുമ്പോൾ ആ കാലിട്ട് എല്ലാവരും ഇരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ജാസ്മിൻ കയറി ഇരിക്കുന്നുണ്ട്, കാലൊക്കെ സോഫയിലൊക്കെ ചവിട്ടുന്നുണ്ട്, അപ്പൊ അത് കാരണം അസുഖം വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോ ഒരുപാട് നല്ല ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആർക്കും രോഗം വരാതിരിക്കേണ്ടത് ക്യാപ്റ്റന്റെ കടമയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇത്തിരി ഫണ്ണി ആയിട്ടാണ് എല്ലാവരും എടുക്കുന്നത്. എന്നാൽ ഇതിനിടക്ക് നമ്മുടെ നന്ദന ഇടപെടുന്നുണ്ട്. അതിലൂടെ വൃത്തിയാക്കിയ ഏരിയയിലൂടെ നടന്നു പോയിട്ട് അവിടെ വൃത്തികേട് കണ്ടപ്പോൾ നന്ദന പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ ഇതുപോലെ വൃത്തിയാക്കിയ ഏരിയയിൽ നിങ്ങൾ വൃത്തികേടാക്കിയ ഞങ്ങൾ ആരും നന്നാക്കൂല, അത് അതുപോലെ കിടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ല രസകരമായിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് ഫൈറ്റ് കാര്യങ്ങളൊക്കെ തന്നെ, നിസ്സാര കാര്യങ്ങൾക്കാണ് ഇവിടെ ഫൈറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം. അപ്പൊ എന്തായാലും ഇപ്പൊ നന്ദനയുടെ അഭിപ്രായങ്ങളൊക്കെ നന്ദന ഇവിടെ പറയുന്നുണ്ട്, വൃത്തികേടാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ജാസ്മിനെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമ്മുടെ ഗബ്രിക്ക് അത് ഒട്ടും പിടിക്കുന്നില്ല എന്നുള്ളതാണ്. ഗബ്രി ഇടക്ക് കയറി സംസാരിക്കാനൊക്കെ വരുന്നുണ്ട്. ഈ ഫൈറ്റിലും ഗബ്രി വന്ന് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. പിന്നെ ജാസ്മിനെ നമ്മുടെ ജിൻഡോയെ കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ ബാത്റൂമിൽ ചെരുപ്പിടാതെ പോകുന്നതാണോ പ്രശ്നം, പക്ഷേ നിങ്ങൾ കുടിക്കുന്ന വാട്ടറിന്റെ ബോട്ടിലേറ്റ് ബാത്റൂമിൽ പോകാറില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെതിരെ അപ്സര പറയുന്നുണ്ട്, അതിനെതിരെ ജിൻഡോ ബാത്റൂമിൽ കൊണ്ടുപോയ ബോട്ടിൽ നമ്മൾ ആരും യൂസ് ചെയ്യുന്നില്ലല്ലോ, പക്ഷേ ജാസ്മിൻ കയറി ഇരിക്കുന്ന സോഫ എല്ലാവരും ഇരിക്കുന്നതാണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.